ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഇങ്ങനെ ഇഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തിട്ട് അതും ഈ ഉരുളൻകിഴങ്ങും മുട്ട ചേർക്കുന്നുണ്ട്. കൂടുതലും ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് ചേർത്തുണ്ടാക്കുമ്പം കറിയൊക്കെ ഇച്ചിരി കൊഴുപ്പായിട്ടിരിക്കുമല്ലോ. അപ്പം കറിക്ക് മസാല ഞാൻ നേരത്തെ ഒരു ദിവസം ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് സവാളയൊക്കെ ഒന്ന് വഴറ്റി വെച്ചായിരുന്നല്ലേ, അതിൽ നിന്ന് കുറച്ചുകൂടെ മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ആ മസാല ഇട്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് രാവിലെ കറി ഉണ്ടാക്കാമായിരുന്നു. ആ മസാല ഉള്ളത് കൊണ്ട് ഞാൻ ചീനച്ചട്ടിയിൽ ആദ്യം ഒരു ഇച്ചിരി ഓയിലൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് പിന്നെ ആ ഉള്ളിയുടെ മസാല ചേർത്തു. പിന്നെ ഇച്ചിരി തേങ്ങായും ഒരു ഏലക്കയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അരച്ച് അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി ഞാൻ ചാറായിട്ടാണ് എടുക്കുന്നത്. ബ്രെഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ചാറ് വേണമല്ലേ. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തത് ആയതുകൊണ്ട് നമ്മളിപ്പം അല്ലാതെ സാധാ ബ്രെഡ് എടുത്ത് കഴിക്കുന്നതും സ്റ്റീം ചെയ്ത ബ്രെഡ് കഴിക്കുന്നതുമായിട്ട് കറിയിലും നമുക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കറി ഒത്തിരി വേണ്ട, നമുക്ക് അതങ്ങ് സോഫ്റ്റായിട്ടിരിക്കുക. അപ്പം ഇതൊക്കെ മുട്ടയൊക്കെ പറക്കിയിട്ട് ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഞാൻ ഒരിച്ചിരി ഇവിടെ ഈ പിള്ളേർക്ക് ഇച്ചിരി ചാറ് വേണ്ടിയിട്ട്, എന്നാലും അത് തണുക്കുന്ന ഇച്ചിരി ഒന്ന് കൊഴുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിലാണ് ഞാൻ ലാസ്റ്റ് ടൈമും ചെയ്തത് ചപ്പാത്തിക്ക് വേണ്ടി. അപ്പോൾ ഉരുളൻകിഴങ്ങ് ചേർത്തത് കൊണ്ട് ഇത്തിരി അത് കുറച്ചൊക്കെ ഞാനൊന്ന് ഉടച്ചും കൊടുത്തായിരുന്നു. അതുകൊണ്ട് നല്ലൊരു കൊഴുപ്പുണ്ട്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് അവിടെ വെച്ചിട്ട് പിന്നെ പോൾമോന് ഇവർക്ക് രണ്ടിനും ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ 1 കപ്പ് ബിരിയാണി റൈസ് ഇട്ട് അതൊന്ന് ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് ഒരു വിസിലടിച്ചെടുത്ത് ഈ ഇച്ചിരി മുട്ടയൊക്കെ ഇട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അതിവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്തൊന്ന് വെക്കട്ടെ. എന്നിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബ്രെഡ് ഇങ്ങനെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ സ്റ്റീം ചെയ്ത് ചൂട് പോയാൽ പിന്നെ അത്ര അങ്ങോട്ട് സോഫ്റ്റായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണം. നല്ല അലിഞ്ഞു പോയി. എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടം ഇങ്ങനെ കഴിക്കാനായിട്ട്. നേരത്തെ ഞാൻ ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിക്കത്തില്ലായിരുന്നു, അല്ലാതെ അങ്ങ് ബ്രെഡ് എടുക്കുമായിരുന്നു. അപ്പം കുറേ കൂടുതൽ നമുക്ക് കറികളുടെയൊക്കെ ആവശ്യം വരും, അതൊന്ന് സോക്ക് ചെയ്ത് വരണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം അത്രേ ഒഴിച്ചുള്ളൂ കുക്കറിൽ. കാരണം അത് ഒത്തിരി സാധാരണ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മൾ ഈ ചോറൊക്കെ കഴിക്കുമ്പം അങ്ങനെ വെക്കുന്നത് പെർഫെക്റ്റ് ആകുമായിരുന്നു. ഇതെന്ന് പറയുന്നത് നമുക്ക് കുഴഞ്ഞു പോകരുത്. ഇച്ചിരി ഒന്ന് വേവ് കുറച്ചാണ് ഞാൻ ഇട്ടത്, അതുകൊണ്ടാണ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഞാൻ കടായി വെച്ചതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു ഏലക്കയും 2 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം. സവാളയ്ക്ക് ഒന്ന് വാടി വന്നാണ് ഇതിലേക്ക് ഞാൻ ഈ നടുക്കൊരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കൂടുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഉപ്പൂടെ വിതർന്നുണ്ട്. എന്നിട്ട് അത് ഇച്ചിരി നേരം ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ബേ ലീഫ് എടുത്ത് മാറ്റുമായിരുന്നു. ആ ബേ ലീഫ് എടുത്ത് മാറ്റിയിട്ട് മുട്ട മിക്സ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അത്ര അങ്ങോട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ആ ബേ ലീഫിൻ്റെ അകത്ത് ഇച്ചിരി മുട്ടയൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. കാരണം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബേ ലീഫ് എടുത്തിട്ട് അതങ്ങ് ചോറ് കിടന്നാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഈ വെടി പൊട്ടിയത് കാരണം കുറേ നേരം നമുക്ക് എത്ര നേരം ഞാൻ ഇന്ന് വെയിറ്റ് ചെയ്താലും ഇത് കാണും വെടി പൊട്ടിയത്. അപ്പം ഞാൻ ഇതിലേക്ക് കണ്ടില്ലേ, റൈസ് ഞാൻ ഇത്തിരി വേവ് കുറച്ചെടുത്തത് കൊണ്ട് അങ്ങനെ എടുക്കുന്നതാണ് ഇവർക്കിത് കഴിക്കാനായിട്ട് ഇഷ്ടം. അല്ലാതെ നമ്മൾ ചോറും കറിയൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ വേവാം. ഇതിപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഒത്തിരി വെന്ത് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി ഒരു 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസും അത് ചേർക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ്. കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ഒരു 3-4 ഗ്ലാസ്സൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്രയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഈ കൈ കാണുമ്പോൾ കണ്ടില്ല, ഇതുവരെ ആ കറുപ്പ് പോയിട്ടില്ലെന്നുള്ളത് പൊള്ളിയതാണ്. എല്ലായിടത്തും ഇച്ചിരി പൊള്ളലും ചീറ്റലൊക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് എൻ്റെ ഈ സ്കിൻ ഇങ്ങനെ ഡാർക്കാവും. അത് ഇതുവരെ അങ്ങോട്ട് ശരിയായില്ല. അത് കാണുന്നവർക്കൊരു വല്ലാതെ തോന്നും. ഇപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പം ഞാൻ ഇവരുടെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ചായ റെഡിയായിട്ടിരിക്കുക. അതിന് ശേഷമാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത, കഴിഞ്ഞ ദിവസം മായ കമൻറ്റിൽ പറയുമായിരുന്നു, ചേച്ചി ചായ ഒഴിക്കുന്ന കാണുമ്പം അതെടുത്ത് കപ്പിലോട്ട് ഒഴിക്കുന്ന കാണുമ്പം അതെടുത്ത് കുടിക്കാൻ തോന്നുമെന്ന്. ഇങ്ങനെയുള്ള കമൻറ്റ് വരുമ്പോൾ എനിക്ക് അതൊരു ചിരിയാണ് വന്നത്. ഇനി ഞാൻ ചായയും കൂടെ എടുക്കട്ടെ. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് വന്ന ഉടനെ ചപ്പാത്തി ഗേറ്റിൻ്റെ അവിടെ കൊടുത്തിട്ട് പോയി. കാരണം ഇന്ന് ലേറ്റ് ആയതുകൊണ്ട്. അപ്പം ഞാൻ ചപ്പാത്തി എടുക്കാൻ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വന്ന വഴിയാണ്. അപ്പം മൽബറിക്ക് ഇന്നലെ പ്രീസമ്മോൻ പറഞ്ഞില്ല, മൽബറിക്ക ഏതോ ഒരു ആൻറ്റി നല്ല പഴുത്തതെല്ലാം പറിച്ചുകൊണ്ട് പോയി. അവൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആൻറ്റി പോയിട്ട് പറിക്കാമെന്നും പറഞ്ഞു. അത് ഇത്തിരി മേളിലായിരുന്നു. ഞാൻ പറഞ്ഞു, നീ എന്താ പറിക്കാഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് അത് ഒടിഞ്ഞു പോയാലോന്നും പറഞ്ഞ് അവൻ പറിച്ചില്ല. അപ്പോൾ ഇത്രയും എനിക്ക് പഴുത്തത് കിട്ടി, ബാക്കി പച്ചയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി അവിടെ വെച്ചിരുന്ന ആൾ നല്ല സർപ്രൈസായിരുന്നു, സന്തോഷമായിരുന്നു അത് കണ്ടോണ്ടേ. അപ്പോൾ ഞാൻ പിന്നെ വന്നിട്ട് മീനൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത് ഐസ് പോകാനായിട്ട്. എന്നിട്ട് വന്നിനി മീനൊന്ന് അയലയായിരുന്നു, മീനങ്ങ് വെട്ടിയെടുക്കട്ടെ. അപ്പം നാളെ ഇതുപോലെ കമൻറ്റിൽ വന്നായിരുന്നു, ഇതിപ്പം വാങ്ങിച്ചിട്ട് ഇപ്പം 2-3 ആഴ്ചയായെന്ന് തോന്നും. നല്ല ഫ്രഷ് മീനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം ചോദിച്ചാൽ ചേച്ചി ഇത്രയും നാളിങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്നാൽ അത് ഉണക്കമീൻ്റെ ടേസ്റ്റ് വരത്തില്ലേന്ന്. നല്ല ഫ്രഷ് ആണെങ്കിൽ എന്നാലും നമുക്ക് ആ ഫ്രഷിൻ്റേതായ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒത്തിരി അങ്ങ് ഉണക്കമീൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ കറണ്ട് പോകാറില്ല അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു വെച്ചിട്ട്. അപ്പം ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു ചൂര എടുത്തപ്പോഴും ആദ്യത്തെ ചൂരയായിരുന്നു ഇരുന്നത്, അതാണ് അന്ന് നല്ല ഫ്രഷായിരുന്നു കിട്ടിയത്. അപ്പം മീൻ കിട്ടുന്നതിൽ ഡിപ്പെൻഡിലും ഇരിക്കുവേ. അതുപോലെ പിച്ചാത്തി വാത്തല വെക്കുന്ന അത് വാങ്ങിച്ചില്ല ഞാൻ. ഈ പിച്ചാത്തിയൊക്കെ വാത്തല ചെയ്യാൻ അതിൽ നല്ല മൂർച്ചയുണ്ട്. പക്ഷേ ആ ചൈന പിച്ചാത്തി ഒരെണ്ണം ഞാൻ വാങ്ങിച്ചില്ലേ, അത് ഷാർപ്പ് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് വാത്തല തോന്നുന്നില്ല. അത് സ്റ്റീലിൻ്റെ പോലുള്ളതായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് എമർജൻസിയിലൊക്കെ അതെല്ലാം ഉരച്ച് ചെയ്യുമ്പം മീനൊക്കെ വെട്ടാൻ നല്ല വാത്തലുണ്ട്. ഞാൻ ആകെ ഊപ്പാടെടുത്ത് നമ്മളൊന്നും അവരുടെ കൊടുക്കുന്നതിന് 250 രൂപ 150 രൂപയൊക്കെയാണ് ഒരു പിച്ചാത്തി രാകുന്നതിന് അവരെടുക്കുന്നത്. അത് എത്ര 1-2 ആഴ്ചത്തേക്കിനുള്ള ഇതേ ഉള്ളൂ. ഇതൊരെണ്ണം നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലേ. അങ്ങനെ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ, എന്നിട്ട് അതിന് കറിയും കൂടെ വെക്കണം. അപ്പോൾ മീനെല്ലാം ഞാൻ വെട്ടി കഴുകിയെടുത്തായിരുന്നു. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് ആക്കിയതുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി ഒന്നും പൊളിക്കാനായിട്ട് നിൽക്കണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വഴറ്റി പിന്നെ പൊടികളും ചേർത്ത് പുളിയും പുളിവെള്ളമൊക്കെ ചേർത്ത് അതൊന്ന് മിക്സായിട്ട്, ഈ ചട്ടി ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ചട്ടി അത്ര നല്ലതല്ല, ഇച്ചിരി പുക കയറുമ്പോൾ ഒത്തിരി നമ്മൾ ഏറ്റവും തീ കുറച്ചേ ഇത് സ്റ്റാർട്ടിങ്ങിലേ വെക്കാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് അങ്ങ് പുക കയറും. കട്ടി അതങ്ങനെ ഇല്ല അതിന്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലയാളിക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് സൺഡേ ഞാൻ ഇന്നാളല്ലേ കപ്പ വാങ്ങിച്ചത്. അപ്പം ഈ സൺഡേയിലും ഒന്ന് ഏത്തക്ക മാത്രം വാങ്ങിക്കാനായിട്ട് കയറി. നല്ല കപ്പ ഇരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കപ്പ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരം കപ്പയല്ലായിരുന്നു കഴിക്കുന്നത്. എല്ലാ വീടുകളിലും രാവിലെ ആണെങ്കിലും കപ്പപ്പുഴുക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും കാർബോഹൈഡ്രേറ്റ് ആണെന്നും പറഞ്ഞ് കഴിക്കാറില്ലല്ലോ. ഷുഗറുകാരൊക്കെ ആണെങ്കിൽ തൊടത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ടെന്ന്. പക്ഷേ നല്ല ഫ്രഷ് കപ്പയായിരുന്നു അന്ന് അവിടെ ഇരുന്നത്. ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം കപ്പയായിരുന്നു എന്നും, കപ്പ വേവിച്ചത് അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയത്, ഉപ്പ് നീരൊക്കെ കാന്താരിയും കൊച്ചുള്ളിയൊക്കെ ഉടച്ച് അന്ന് ഓർക്കാൻ കൂടെ വയ്യെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ മീനെ പീസാക്കിയില്ല, അതിൻ്റെ തല അങ്ങ് കളഞ്ഞിട്ട് 1 എണ്ണത്തിൻ്റെ തല വെച്ചിട്ടുണ്ട്. അതോടെ ഇങ്ങനെ മീൻ വറക്കുന്നത് പോലെ വരഞ്ഞായിട്ടത്. അപ്പോൾ അതിൽ 1-2 മീൻ പരിഞ്ഞിലുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങിട്ട്. അപ്പോൾ അതൊന്ന് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതവിടെ കിടന്ന് തിളച്ച് വേട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹൈ ഫ്ലെയിമിലിടാൻ എനിക്ക് പേടിയാണ്. ചട്ടി പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടിയാണ് എനിക്ക്. അപ്പോൾ അന്ന് നേരത്തെ ഞങ്ങൾ പോകണ മലയാളിക്കടയിൽ നിന്ന് ഇച്ചിരി പച്ച ഏത്തക്ക വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം എൻ്റെ കയ്യിൽ ഇന്നിപ്പം ഞാൻ തേങ്ങയൊന്നും തിരുമാൻ നിന്നില്ല. എനിക്ക് ഏത്തക്ക എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. ഇവിടെ ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഇച്ചിരി അരി ഇട്ടേ അതങ്ങ് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇച്ചിരി കൂടുതൽ അരി ഇട്ടിട്ട്. പക്ഷെ പണ്ടൊന്നും എൻ്റെ മൂത്ത മോൻ കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, കഴിക്കും. അത് നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അത് തോരൻ വെക്കണം. അത് അവന് ഇഷ്ടം, നന്നായിട്ട് വെന്ത് കുഴയുന്നത്. പക്ഷേ ഇന്നത്തേത് ആൾക്കത്ര ഇഷ്ടപ്പെടും, കാരണം തേങ്ങ ഞാൻ ചേർത്തില്ല.
അപ്പം എനിക്ക് വായിക്കൊരു ഇച്ചിരി രുചിക്ക് വേണ്ടി ഇച്ചിരി ഏത്തക്ക അരിഞ്ഞ് 2 കായ എടുത്തരിഞ്ഞ് ഇതുപോലെ തേങ്ങ തിരുമാനുള്ള മടി കൊണ്ട് ചേർക്കാൻ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി കൂടുതലായിപ്പോയി. അത് മൊരിഞ്ഞ് വന്നോണ്ടേ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായില്ല, മലര് പോലെ. ഇങ്ങനെ തേങ്ങ ചേർക്കാതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടോ? മെഴുക്ക് പുരട്ടി വെക്കും, അപ്പം തോരൻ വെച്ചിട്ടുണ്ടോ എന്ന് പറയണേ. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് പിന്നെ ഏത്തക്കയും കൂടി ഇട്ട്, ഒരു ഏത്തക്ക ആകുമ്പം ഒരു ഇച്ചിരി വേവുണ്ടല്ലേ, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ, ചോറിൻ്റെ കൂടെ മീൻ കറിയും ഇതുകൂടെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തോരനുമായിട്ട്. അപ്പോൾ ഇന്ന് പോൾമോൻ്റെ കോളേജിൽ ഗെയിം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് അവർക്ക് അറ്റൻഡൻസ് ഉള്ളതാണ്, അതുകൊണ്ട് പോകണമെന്നുള്ളത് കമ്പൾസറി ആയിരുന്നു. ഓരോ പല ഗെയിമൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ അവൻ അതിന് പോയേക്കുമായിരുന്നു. അതുകൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് അവൻ കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് വന്നായിരുന്നു. കുറച്ചൊക്കെ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത്, കാരണം അത് ശരിക്കല്ല എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഡിലീറ്റ് ചെയ്തു, കുറച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ടേ. അന്ന് പോയിട്ട് ആൾ വന്ന് ആകെ ഊപ്പാടായിട്ടാണ് വന്നത്. ഇവിടെ അവന് മലയാളി കൂട്ടുകാരെയും കിട്ടി. അവൻ്റെ ക്ലാസ്സിലല്ലേലും അവൻ്റെ ബാച്ചിലുണ്ട് മലയാളി പിള്ളേരൊക്കെ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ 2 കോളേജിലാണ്. ഞങ്ങളുടെ ഫെസ്റ്റ് നടക്കുമ്പോൾ മൊസൈക്ക് എല്ലാവർക്കും ഞാൻ കാണിക്കാമെന്ന് ഞാൻ എൻ്റെ എന്തോ പറഞ്ഞേ अरे yes, this guy also South Indian. Which South? Karnataka by Karnataka or what? आता नहीं है पर वो South Indian. Okay guys, ഞങ്ങൾ പിന്നെ കാണാം. Did you do for us also? Yeah, I did one only. None, no one. Oh, Ball, guys! Ball. कॉल पर कमी इतना है कि वो गायब भी हो गया. My voice भी. Call by. What is this? अरे अबे! अरे ऐसे मारा तो चिकन मारा. हाँ. हाँ. Nice one, G. होगा और राउंड है ना. Anyways, it is a tie. Ball diagonal. हाँ diagonal. अरे कितना? Oh. ഇതേ ഞാനത് ഉപ്പിടാൻ വാങ്ങിച്ചതാണ്. അപ്പം എനിക്കൊരു ഇത് തോന്നി, തൈരൊന്ന് ഉറയൊഴിച്ച് വെച്ച് നോക്കാമെന്ന്. പക്ഷെ നല്ല കട്ടയായിട്ട് തൈര് കിട്ടും. ഇനി എനിക്ക് കണ്ടോ ആ വലിയത് പോയി വാങ്ങിക്കണം. നല്ല അടിപൊളി. നമ്മുടെ നാട്ടിൽ നമ്മൾ തൈരുണ്ടാക്കിയാൽ എങ്ങനെ അതുപോലെ ടേസ്റ്റും. എനിക്ക് തോന്നി ഇതിലുണ്ടാക്കിയ നല്ലതാണ്. നന്നായിട്ട് കുടിക്കുകയും ചെയ്യും. ഇനി കവർ പാലല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ തവേലെന്നുള്ള ഈ ഫാമിൽ നിന്നുള്ള പാലാണ് വാങ്ങിക്കുന്നതെന്ന്. അത് കൊണ്ട് തൈരുണ്ടാക്കിയിട്ടാണോ എന്തോ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മീൻകറിയൊക്കെ വറ്റിയായിരുന്നു, തോരനും റെഡി ആയായിരുന്നു. അപ്പം രാത്രി ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇപ്പം ഫുഡ് കൊടുക്കുന്നുണ്ടേ, ആ പ്ലേറ്റിലാണ് കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതെന്ന്. അപ്പോൾ ഫുഡൊക്കെ ആ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.